5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ തിരുവനന്തപുരത്ത് നടത്തിയിരുന്ന OYC എന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 4 പേർ, വിനീത, ദിവ്യ, ഫ്രാങ്ക്ലിൻ ആൻഡ് രാധ എന്ന് പറയുന്ന 4 പേർ പണം അപഹരിച്ചത് വഴി QR കോഡ് സ്കാൻ ചെയ്ത് പണം അവരവരുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം കൊണ്ടുപോയത് വഴി 10-66 ലക്ഷം രൂപ കൊണ്ടുപോയതിൻ്റെ കേസ് വളരെ വിവാദമായിരുന്നു. അപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവർ കൊണ്ട് കേസ് കൊടുത്തു. അങ്ങനെ 23 വർഷത്തേക്ക് വരെ ജയിലിൽ കിടക്കാൻ കഴിയുന്ന, 3 മാസം മുതൽ 23 വർഷം വരെ ജയിലിൽ കിടക്കാൻ കഴിയുന്ന 10-15 കേസുകൾ കൃഷ്ണകുമാറിൻ്റെയും കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ദിയയുടെയും പേരിൽ, എല്ലാവരുടെയും കുടുംബത്തിൻ്റെ പേരിൽ മ്യൂസിയം പോലീസ് ചാർജ് ചെയ്തു. വലിയ വിവാദമായിരുന്നു, ഇവിടെ വലിയ തർക്കങ്ങളായിരുന്നു, വിവാദങ്ങളായിരുന്നു. പെൺകുട്ടികളുടെ മുസ്ലിം അവരെ അതിൽ ഏതോ ഒരു പെൺകുട്ടി, ആ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അവരെ ജാതി പറഞ്ഞു, പിന്നെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ വിവാദമായിരുന്നു. പക്ഷേ ആ സമയത്താണ് ദിയയും സംഘവും മക്കളും രണ്ടാമത്തെ അഹാന എടുക്കുന്ന ഒരു വീഡിയോ വൈറലാവുന്നത്. ആ വീഡിയോ വന്നതോടുകൂടി അത് സമൂഹ മാധ്യമങ്ങളിലേക്കൊക്കെ വന്നത്, കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാന എടുത്ത വീഡിയോ ആണ്. വന്നതോടുകൂടി ഈ പെൺകുട്ടികൾ തന്നെ, കുറ്റം ചെയ്ത പെൺകുട്ടികൾ തന്നെ സമ്മതിക്കുന്നതും അവർ കുറച്ച് രൂപ 5-10 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ പുറത്തു വന്നു. അങ്ങനെ തെളിവുകൾ പുറത്തു വന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണകുമാറും കേസ് കൊടുത്തത്, ഈ പെൺകുട്ടികൾക്കെതിരെ 4 പേർക്കെതിരെ കേസ് കൊടുത്തിരുന്നു. പെൺകുട്ടികൾ കൃഷ്ണകുമാറിനെതിരെയും കേസ് കൊടുത്തിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ കേസും, തട്ടിക്കൊണ്ടുപോകൽ, അക്രമം, ഭീഷണിപ്പെടുത്തൽ, ജാതി പറയൽ, ഇങ്ങനെ 3-4 കാര്യങ്ങൾക്ക് കേസ് കൊടുത്തിരുന്നു. പക്ഷേ തിരുവനന്തപുരം സെഷൻസ് കോടതി കൃഷ്ണകുമാറിനും കുടുംബത്തിനും ദിയയ്ക്കും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതേസമയം മറ്റ് 4 പേർക്ക് ജാമ്യം അനുവദിച്ചില്ല. അതിലൊരാളുടെ ഭർത്താവുള്ള വിനീതിന് അതേസമയം ജാമ്യം അനുവദിച്ചു. അങ്ങനെ കോടതി കുറെ കൂടി നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്തായാലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമെങ്കിലും കൃഷ്ണകുമാർ അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ള സാഹചര്യത്തിലേക്കൊക്കെ കേസ് മുന്നോട്ട് വല്ലാതെ രൂപത്തിൽ പോയി. അദ്ദേഹം BJP കൂടെ ആയതുകൊണ്ടായിരിക്കാം, അതോ ഇനി നടനെന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള എതിർപ്പ് കൊണ്ടോ, അതോ ബിസിനസ് സ്ഥാപനത്തിനോടുള്ള എതിർപ്പുണ്ടോ, എന്തായാലും ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം കൃഷ്ണകുമാറിനെതിരെയായിരുന്നു ശക്തമായി നീങ്ങിയത്. പക്ഷേ ആ വീഡിയോ പുറത്ത് വന്നതോടുകൂടി കളം മാറി, രീതി മാറി, എല്ലാവരും കൃഷ്ണകുമാറിൻ്റെ പക്ഷത്തായി. പിന്നെ കൃഷ്ണകുമാർ പറയുന്നതിന് ഇത് കേസ് പിൻവലിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ പണം കിട്ടിയാൽ മതി, പെൺകുട്ടികൾ അവർ ജീവിച്ചോട്ടെ, അവർ ചെറിയ കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണകുമാർ വളരെ പക്വതയോടുകൂടി ഇടപെടുകയും ചെയ്തു. ഇതെല്ലാം കൂടി വന്നു, കോടതി ഇതെല്ലാം കൺസിഡർ ചെയ്തു, കൃഷ്ണകുമാറിന് ജാമ്യം അനുവദിച്ചു, കൃഷ്ണകുമാറിനും ദിയയ്ക്കും ജാമ്യം അനുവദിച്ചു. അതേസമയം ഞാനീ പറഞ്ഞില്ല, വിനിതയ്ക്കും ദിവ്യയ്ക്കും ഫ്രാങ്ക്ലിനും രാധയ്ക്കും 4 പേർക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചാൽ അവർ കേസിനാസ്പദമായ തെളിവുകൾ നശിപ്പിക്കുമെന്നുള്ള മ്യൂസിയം പോലീസിൻ്റെ റിപ്പോർട്ടും, കൃഷ്ണകുമാറിനെതിരെയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയതിനോ ഭീഷണിപ്പെടുത്തിയതിനോ കൃത്യമായ തെളിവില്ല, ഒരു രേഖയുമില്ല, ഫോൺ കാളോ അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകളോ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനും ജാമ്യം ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായും സത്യം എങ്ങനെയായാലും ആദ്യം കള്ളമാണ് ജയിക്കുന്നതെങ്കിലും, പിന്നെ കള്ളത്തരങ്ങളും അതുപോലത്തെ കാര്യങ്ങൾക്കാണ് വാർത്താ പ്രാധാന്യം കിട്ടുന്നതെങ്കിലും, കുറേശ്ശെങ്കിലും സത്യം രത്നം പോലെ ജയിക്കും എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ പുറത്തു വരും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. ഒരുപക്ഷെ കൃഷ്ണകുമാറിൻ്റെ ഒരു സ്വഭാവശുദ്ധിയും അദ്ദേഹം സമൂഹത്തിൽ എടുക്കുന്ന കാഴ്ചപ്പാടും, അദ്ദേഹം BJP മത്സരിച്ചു, അത് വേറെ വിഷയം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞ് അദ്ദേഹത്തിന് അനുകൂലമായി വന്നത്. എന്തായാലും കൃഷ്ണകുമാർ മകളും സത്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നീതി നേടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇനി കോടതിയിൽ കേസാണ് കിടക്കുന്നത്. മറ്റവർ ശിക്ഷിക്കപ്പെടുമോ, അവർ തുക തിരിച്ചു കൊടുക്കുമോ, അതോ ഇവർ എന്തെങ്കിലും കോംപ്രമൈസിന് തയ്യാറാകുമോ, കുറച്ച് രൂപ കിട്ടിയാൽ ബാക്കി വേണ്ടാന്ന് പറയുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും വളരെ പ്രമാദമായൊരു കേസ് തിരുവനന്തപുരത്ത്, വളരെ പ്രമാദമായൊരു കേസ്. 4 പേർക്ക് ജോലി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു നടനും, അല്ലെങ്കിൽ ഒരു മുൻപ് ഇവിടെ മത്സരിച്ച രാഷ്ട്രീയ രംഗത്തൊക്കെ മത്സരിച്ച ഒരാൾ, നടനായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോഴും നടനാണ്, സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, നടനായിരുന്ന ഒരാൾ വളരെ കൃത്യമായി പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയെല്ലാം കയറി ഇറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ എന്തായാലും സംഭവിച്ചു. അവസാനം സത്യം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി എന്താണ് ശരി തെറ്റുകളെന്ന് കോടതി പറയട്ടെ. ഇനി വിചാരണകൾ നടക്കണം. ആ പെൺകുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ, എത്ര പണമെടുത്തു, ഇവർ 66 ലക്ഷം പറയുമ്പോഴും എത്ര എടുത്തിട്ടുണ്ട് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് യാതൊരു തെളിവ് ഇപ്പോൾ പൊതുസമൂഹത്തിലില്ല. എന്തായാലും അതെല്ലാം വരും. ഇപ്പോഴത്തെ ഒരു അറ്റ് പ്രസൻറ്റിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൃഷ്ണകുമാറിന് നീതി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടുന്നൊരു കാഴ്ച.